ബ്രേക്ക്ഫാസ്റ്റിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ എഗ് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോ, തൊലി കളഞ്ഞ് കട്ട് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഒരു പാത്രത്തിൽ 3 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ച പൊട്ടറ്റോ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുക്കറിൽ തന്നെയാണ് നമ്മൾ സവോളയും വേവിച്ചെടുക്കുന്നത്. ചൂടായ കുക്കറിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് അരിഞ്ഞെടുത്ത ഒരു മീഡിയം സൈസ് സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. സവോളയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ സ്ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയൊക്കെ തൊലി കളഞ്ഞ് പുഴുങ്ങി തൊലി കളഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിത് സ്ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. 2 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നാളികേരം പാലെടുക്കാൻ വേണ്ടി ചിരകിയ നാളികേരം ഒരു 1/2 കപ്പോളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പാലെടുക്കാം. 1-ാം പാൽ 2-ാം പാൽ ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു സെമി തിക്ക് മിൽക്കാണ് എടുക്കുന്നത്. ചൂടാക്കി നമ്മൾ വേവിച്ചെടുത്ത സവോള ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. പകുതി പൊട്ടറ്റോസെങ്കിലും നമുക്കൊന്ന് ഉടച്ച് ഒന്ന് കുറുകിയ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടറ്റോസ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. മസാലയ്ക്കായി നമ്മളിതിലേക്ക് അല്പം മീറ്റ് മസാലയും ഒരു 1/2 സ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഈ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ നമ്മുടെ തന്നെ ചെടിയിലുണ്ടായ മുളകാണ്, കാശ്മീരി ചില്ലിയാണ്. ഇത് കൂടി ഇട്ട് കൊടുത്ത് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വേവിച്ച മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും തിളച്ച് വരുമ്പോഴേക്കാണ് നമ്മൾ ഒരു 1/2 സ്പൂണോളം പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം പാല് ഒഴിച്ചു കൊടുത്ത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. നാളികേരം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് ലേശം കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മുട്ടക്കറിയിലേക്ക് ചെറുതായിട്ട് കുമിളകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഒരല്പം, അതായത് ഏകദേശം ഒരു 1/2 സ്പൂണോളം അളവിലുള്ള നാരങ്ങ നീരോ അതല്ലെങ്കിൽ അല്പം വിനീഗറോ ഒരു പുളിപ്പ് രസത്തിന് വേണ്ടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണിത്. നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയുള്ള റെസിപ്പി കൂടിയാണ്. തികച്ചും ഓപ്ഷണലായിട്ട് ഫൈനലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലായിട്ട് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായി ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.